നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായി എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഈശ്വര ശക്തി എന്ത് ഉത്തരമാണ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ ഇതിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. തീർച്ചയായിട്ടും വളരെ ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്പിരിച്വലായിട്ടുള്ളൊരു ഉണർവ് വന്നു ചേരുകയാണ്. ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതെല്ലാം നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമായിരുന്നു എന്ന് തെളിയിക്കും വിധം ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തളിരണിയാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഏസ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നാലും സാമ്പത്തികത്തിലാണെങ്കിലും എല്ലാം ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോകുന്നുവെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ശുഭപ്രതീക്ഷയോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. പല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിന് വേണ്ട പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടമാകുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തതിലുള്ള വിഷമം എല്ലാം നിങ്ങളെ നല്ല രീതിയിൽ അലട്ടുന്നുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ അതെല്ലാം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഊർജം, അതുപോലെ തന്നെ ഒരു ധൈര്യമൊക്കെ ഉണ്ടാവുകയാണ്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ അഡിക്റ്റായി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു അഡിക്ഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങളത് സ്വയം മനസ്സിലാക്കി അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു എന്നാണ് കാണുന്നത്. അതായത് അതിൽ നിന്ന് പുറത്ത് കടന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നൊരു സമയമാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിൽ നിങ്ങളെ പിടിച്ചു കെട്ടിയിരിക്കുന്ന ആ ഒരു അഡിക്ഷനിൽ നിന്ന് നിങ്ങൾ പുറത്തു കടക്കുന്നതിലൂടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരിക്കാം അത്. ഒരുപക്ഷെ അത് നിങ്ങളെ ഒരു വേദനിപ്പിക്കുന്ന, വളരെ നിങ്ങളുടെ മനസ്സിനെ വളരെ വേദനിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കാം. ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയ ഒരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. അതായത് ഇവിടെ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുന്നു. നിങ്ങൾക്കൊരിക്കലും അത് ഉപേക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ കൂടി അത് നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ കാണുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പല കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കുന്നുവെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തു തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ആരോടാണത് പറയാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ അവർക്ക് എത്തരത്തിൽ അവർ ആ ഒരു നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ അവർ സ്വീകരിക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിനി പല കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെ തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ വിശ്വസിക്കുന്നവരെയും അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരോടുമൊക്കെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവരെ നിങ്ങൾ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഒരുപാട് വിട്ടുവീഴ്ചകൾ പല കാര്യങ്ങളിലും നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പല വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളിലെ ഇത്തരത്തിലുള്ള സ്വഭാവത്തെ മാറ്റിക്കളയുകയാണ്. അതായത് ആ ഒരു സോഫ്റ്റ് കോർണറൊക്കെ മാറ്റി വളരെ സ്ട്രിക്റ്റായിട്ട് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് കടന്നു വരുന്നത്.
നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് സ്നേഹവും കെയറിങ്ങും എല്ലാം അവർക്ക് നൽകിയിട്ട് പോലും നിങ്ങൾക്ക് അത്തരത്തിലൊരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും തിരിച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ച് ലഭിക്കുന്നില്ല. അപ്പോൾ അവരോട് നിങ്ങളുടെ ഈ ഒരു സമീപനം, ഒരു സോഫ്റ്റ് കോർണർ എന്ന പോലുള്ളൊരു സമീപനം നിങ്ങൾ മാറ്റുന്നു. നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തതൊക്കെ വെറുതെ ആയി പോയെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയാണ്. അതായത് അവർ എന്ത് വിചാരിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതെ പല കാര്യങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുകയാണ്. അതുപോലെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ചില നല്ല അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് ചില പുതിയ അവസരങ്ങൾ വരുന്നതായും കാണുന്നു. ചിലപ്പോൾ അതൊരു ജോലിക്കുള്ള അവസരമാകാം. അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. കുടുംബത്തോടൊപ്പം ഒരുമിച്ച് സന്തോഷിക്കാൻ പറ്റുന്ന ചില അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വേറൊരു തലത്തിലേക്ക് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിരുന്നു. അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിങ്ങളെ പിന്തുടരുന്നു എന്ന് കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പരിശ്രമത്തിന് ഫലമായി പല കാര്യങ്ങളും നിങ്ങൾക്കിനി നേടിയെടുക്കാനാകും എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ചും ഒഴിവാക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് മറികടക്കാനുള്ള എല്ലാ കരുത്തും നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ അതേപടി നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ആരെങ്കിലും ഉപദേശങ്ങളൊക്കെ നൽകാൻ വരികയാണെങ്കിൽ അവരുടെ ഉപദേശങ്ങൾ ഒരു തീരുമാനങ്ങളും അല്ലെങ്കിൽ ഒരു ആലോചനകളും കൂടാതെ അതേപടി ജീവിതത്തിൽ പകർത്താതിരിക്കുക എന്നൊരു സന്ദേശം ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.